ഗൈസ്, വെൽക്കം ബാക്ക് ടു മിറാക്കിൾ വിത്ത് വൈഗ. അപ്പോൾ ഗൈസ്, ഇന്നെന്ന് പറഞ്ഞാൽ ഞാനും സജിതാൻ്റെയും സരിതാൻ്റെയും അമ്മയും തീർത്ത നവമി എല്ലാവരും കൂടെ ആയിട്ട് ഒരു ട്രിപ്പ് പോവാണ്. ട്രിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കാപ്പിലും വർക്കലയൊക്കെയാണ് പോകുന്നത്. വർക്കല ബീച്ചിലും കാപ്പിലും ഒക്കെയാണ് പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ രാവിലെ 8:30 പോകുന്നത്. ഇപ്പോൾ 8:23 ഞാൻ റെഡി ആയിട്ടൊക്കെ നിന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്താ, നമുക്ക് വ്ളോഗിലോട്ട് പോകാം ഗൈസ്. അപ്പം നവമിയും സരിതാൻ്റെയൊക്കെ എത്തിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും ടവലൊക്കെ വെച്ച് പൊത്തിപ്പിടിച്ച് ഗൈസ്. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ ചിപ്സും പിന്നെ ഗൈസ് നമ്മൾ അവിടെ നിന്ന് കടയിൽ നിന്ന് ബർഫിയൊക്കെ വാങ്ങിച്ച കേട്ടോ. അതൊക്കെ കഴിച്ച് ആസ്വദിച്ച് യാത്ര ചെയ്യാണ് ഗൈസ്. For so long, we've been waiting for this time to begin. We ain't getting any older. I kinda feel a little younger. Run away and embrace the day. The sun is out, won't go away. Feel the clouds on your shoulder. Touch the sky, feeling bolder. Going out, going out, going all the way. Going high, 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 high. Going out, going out, going all the way. Going high, high, high. Going all the way, going up. Going all the way, going up. Going all the way, going high, high, higher. Break the mold, then press repeat. Get 'em up on the edge of their seats. Set your aim a little high. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം പോയത് കാപ്പിൽ ബീച്ചിലാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാൻ എന്ന് വെച്ചാൽ കാപ്പിൽ ബീച്ചിലൊന്ന് കറങ്ങിയിട്ട് നമുക്ക് കാപ്പിൽ ബോട്ട് ക്ലബ്ബിൽ പോയിട്ട് നമുക്ക് അവിടുത്തെ ബോട്ട് റൈഡൊക്കെ എൻജോയ് ചെയ്യാനാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കാപ്പിൽ പോകുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വഴിയാണ്. നിറയെ തെങ്ങുകളൊക്കെ നിരകളാടും ഹരിത ചാരു കാപ്പിലാണ് ഗൈസ്. അപ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് പോവുകയാണ് ഗൈസ്. അപ്പം നമ്മൾ പാട്ടൊക്കെ കേട്ട് അടിച്ച് പൊളിച്ച് അങ്ങനെ പോവുകയാണ്. ഗൈസ്, നമ്മളങ്ങനെ പോകുന്ന വഴിക്കാണ് നല്ല പുരാതനമായ തറവാട് സ്റ്റൈലിലുള്ള പണ്ടത്തെ ഒരു അമ്പലം കണ്ടത്. അത് നല്ലൊരു ട്രഡീഷണൽ സ്റ്റൈലായിരുന്നു ഗൈസ്. അപ്പോഴത്തേക്കും ഈ കാപ്പിൽ ഇത് പുഴയാണ് ഗൈസ്. അപ്പം നമ്മൾ കടലെത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പം ഈ കടലിൻ്റെ അടുത്ത് നിന്നുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് ഗൈസ്, കടലിൻ്റെ ഒരു മണവും സ്മെല്ലും ഒന്നും വരുന്നില്ല ഗൈസ്. എൻ്റെ മൂക്കിൻ്റെ പ്രശ്നമാണെന്ന് അറിയത്തില്ല. ഇവിടെ വന്നപ്പോൾ ആ ഒരു സ്മെല്ല് വരുന്നില്ല. സാധാരണ നമ്മൾ ട്രിവാൻഡ്രത്തെ കടലിലൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ അങ്ങനെ ഒരു സ്മെല്ലുള്ളതാണ് ഗൈസ്. ഇവിടെ അങ്ങനത്തെ ഒരു സ്മെല്ലൊന്നുമില്ല. ബട്ട് ഗൈസ്, നല്ല ബ്ലൂയിഷ് വാട്ടറാണ്. നല്ല കളർ ഗൈസ്. ആ കളർ നല്ല അട്രാക്റ്റീവാണ്. അങ്ങനെ നമ്മൾ അവിടെ ചെന്നത് ഏകദേശം ഒരു ഉച്ചയാവാറായ ആ ഒരു ടൈമിലാണ്. നമ്മൾ രാവിലെ ഇറങ്ങിയെങ്കിലും എത്തിയപ്പോൾ കുറച്ച് താമസിച്ചു ഗൈസ്. കാരണം എന്നാലും നമ്മൾ നേരത്തേക്ക് എത്തി, അല്ല താമസിച്ചത് എങ്ങനെയോ എത്തി ഗൈസ്. അപ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ കാപ്പിൽ ബീച്ചിലെത്തി അവിടെ ഇറങ്ങി ഗൈസ്. അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ നല്ല വ്യൂ ആണ് ഗൈസ്. പക്ഷേ ആകെ ഒരു പ്ലാസ്റ്റിക് ഒക്കെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ ചിന്നിച്ചെതറി കിടപ്പുണ്ടായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ അതിൻ്റെ താഴോട്ട് ഇറങ്ങി ചെല്ലുന്നത് ഗൈസ്. അവിടുത്തെ കല്ലൊക്കെ കടന്നാണ് നമ്മൾ സാഹസികമായിട്ടാണ് ഗൈസ് ഇറങ്ങിപ്പോയത്. We've been waiting for so long. We've been waiting for this time to begin. We ain't getting any older. I kinda feel a little younger. ഗൈസ്, നമ്മൾ അവിടെ നിന്ന് കുറച്ച് കടൽ ജീവികളെയൊക്കെ പറക്കി ഗൈസ്. എന്ന് വെച്ചാൽ ഷെല്ലൊക്കെ പറക്കി. ഞാൻ കടൽ ജീവിയൊന്നും പറക്കില്ല ഗൈസ്, ബാക്കിയുള്ളവരൊക്കെ പറക്കി. അങ്ങനെ നല്ല പിടയ്ക്കണ ജീവിയായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കുറച്ച് നേരം അങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ നിന്ന്. പിന്നെ കുറേ നേരം റീൽസൊക്കെ എടുത്ത് കേട്ടോ. കുറേ റീൽസ് എടുത്ത് ഞാൻ അവിടെ നിന്ന്. അപ്പോൾ ഗൈസ്, അതുപോലെ നമ്മൾ അവിടെ ആ ഒരു കടൽ ജീവികളൊക്കെ ഇന്നേ അവർ കണ്ടിട്ടില്ലാത്തതാണ് അത്ഭുതത്തോടെ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്തോ ഒരു ഭയങ്കര ഒരു സന്തോഷം ഗൈസ് അതിനൊക്കെ ഇങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കാൻ. അത് കഴിഞ്ഞ് ഗൈസ് നമ്മൾ പിന്നെ ഈ പരിപാടി എന്നെ തുടർന്നു ഗൈസ്. കുറേ പറക്കി തീർത്തേരെ പോക്കറ്റ് മൊത്തം കുറേ കഴിഞ്ഞപ്പോൾ ഷെല്ല് കൊണ്ട് നിറഞ്ഞു ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നൊരു പൈനാപ്പിൾ വാങ്ങിച്ച് കഴിച്ചു ഗൈസ്. ഉപ്പിലിട്ട പൈനാപ്പിൾ നല്ലൊരു കൊള്ളായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു ഗൈസ്. അത്യാവശ്യം ബെറ്ററായിരുന്നു.
അത് കഴിഞ്ഞ് ഗൈസ് നമ്മൾ നേരെ അവിടെ കാപ്പിൽ ബീച്ചിൽ കളിച്ചതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ ബോട്ട് ക്ലബിലോട്ട് പോയി ഗൈസ്. ബോട്ട് ക്ലബിന് കുറച്ച് ദൂരം ഇവിടുന്ന് ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. അവിടെ എത്തിയിട്ട് ഞാൻ കുഞ്ഞി വാവ തൊട്ടിൽ കണ്ടായിരുന്നു കാടാണ്. ശരി കേട്ടോ, വീഡിയോ എടുക്കണമെന്നാണ് പതുക്കെ കാട്ടുന്നത്. വീഡിയോഗ്രാഫർ അപ്പം നമ്മളിന്ന് ബോട്ടിൽ കയറി 2 മണിക്കൂർ എൻജോയ് ചെയ്യാൻ പോകണം ഗൈസ്. അപ്പോൾ നമുക്ക് പോകാം. അത് കഴിഞ്ഞ് ഗൈസ് നമ്മൾ വള്ളത്തിൽ കയറി. അപ്പോഴത്തേക്കും വള്ളത്തിൽ കയറിയപ്പോൾ ഗൈസ് ഞാൻ അവകാശപ്പെട്ടു എനിക്ക് നടുക്കിരിക്കണമെന്ന്. അങ്ങനെ ഗൈസ് അവരെ പിടിച്ച് നടുക്കിരുത്തി. പക്ഷേ നടുക്കിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു അവകാശവാദം മാറണമെന്ന് തോന്നി ഗൈസ്. കാരണം സൈഡിൽ ഇരുന്നാലേ വെള്ളത്തിനെയൊക്കെ കളിക്കാൻ പറ്റുന്ന എന്ത് കാരണത്തിന് നടുക്ക് കയറിയിരുന്നു എന്ന് അപ്പം ഞാൻ ചിന്തിച്ചു ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പ്ലേസ് മാറി കളിച്ച് ഗൈസ്. അപ്പോൾ ഞാൻ 2 പേരോടും ചോദിച്ചു എന്നെ ഇത്തിരി നടുക്കിരുത്തോന്ന് 2 പേരും എടുത്തൂലെന്നൊക്കെ ആദ്യമൊക്കെ പറഞ്ഞു ഗൈസ്. പിന്നെ കുറച്ച് ദയൊക്കെ തോന്നി അവരെന്നെ സൈഡിൽ ഇരുത്തി ഗൈസ്. സൈഡിൽ ഇരുത്തിയപ്പോൾ ഞാൻ സൈഡിൽ നിന്ന് മാറിയില്ല, സൈഡിൽ തന്നെ ഇരുന്നു ഗൈസ്. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് തോണിയല്ല ഗൈസ്, ആ ഒരു പങ്കായം ഉണ്ടല്ലോ, പങ്കായമൊക്കെ കിട്ടി ഗൈസ്. സാധാരണ കയാക്കിങ്ങിന് പോകുമ്പോഴാണ് അതൊക്കെ കിട്ടുന്നത്. പക്ഷേ ഇവിടെ തോണിയിലുണ്ടായിരുന്നതുകൊണ്ട് കുറേ നേരം എടുത്ത് തുഴഞ്ഞു ഗൈസ്. അപ്പോഴത്തേക്ക് എല്ലാവരും എടുത്ത് തുഴഞ്ഞപ്പോൾ എനിക്കും ആഗ്രഹം തോന്നി ഞാൻ തുഴഞ്ഞത് ഗൈസ്. നമുക്ക് കിടിയൊക്കെ കിട്ടി, അത് പറയാതിരിക്കുകയാണ് ഭേദം ഗൈസ്. അങ്ങനെ ഗൈസ് ഇത് അമ്മ എടുക്കുന്ന വ്ളോഗാണ്. അമ്മ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ അല്ല തല്ലുകയാണ് ഗൈസ്. അപ്പോഴത്തേക്കും ഈ കുട്ടികളുടെ സ്വഭാവം ഗൈസ്. ഞാനാണെങ്കിൽ അവിടുന്ന് കുറേ കഴിഞ്ഞ് ഡൗട്ട് അടിച്ചാണ്ടിരുന്നത് അമ്മ കളിക്കാൻ വരുമ്പോൾ വെള്ളത്തിൽ കളിക്കണമോ വേണ്ടത്. കാരണം ഗൈസ് ചിലപ്പം അഴുക്ക വെള്ളം ആണെങ്കിലോ പിന്നെ ഗൈസ് ഞാൻ രണ്ടും കൽപ്പിച്ച് കളിക്കുകയൊക്കെ ചെയ്തു ഗൈസ്. ഗൈസ് ഇത് നമ്മൾ അവിടുത്തെ മാമനാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത്. വെള്ളത്തിനകത്ത് മൊബൈലൊക്കെ ഇറക്കിയാണ് ഗൈസ്, അതിവിദഗ്ധമായാണ് എടുക്കുന്നത്. അത് സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെയാണ് മാമ എടുത്തത്. ഫോണ് പോവില്ലേ എന്നുള്ള ഡൗട്ടിലാണ് ഗൈസ്. എന്നാലും ആ വെള്ളത്തിലേക്ക് അങ്ങനെ വെള്ളത്തിനകത്തിറക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കുമായിരുന്നു ഗൈസ്. തോണിയൊന്നും മറിഞ്ഞു പോകാത്ത ഭാഗ്യം. അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ആ മാമനാണ് എനിക്ക് കൂടുതൽ വീഡിയോസൊക്കെ എടുത്തു തന്നത്. നല്ലൊരു വീഡിയോഗ്രാഫറാണ് ഗൈസ്. അപ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ എവിടെയാണ് നമ്മുടെ പ്ലേസ് വരുന്നത്. ആ ഒരു പ്ലേസിൽ നമുക്ക് ഇറങ്ങി നീന്തുകയൊക്കെ ചെയ്യാം ഗൈസ്. ഞാൻ ആദ്യമൊക്കെ നല്ല പേടിച്ചാണ് ഇരുന്നത്. ഞാൻ പേടിച്ചിരുന്നതല്ല ഗൈസ്, ആദ്യമൊക്കെ ഞാൻ ഉറപ്പിച്ചിരുന്നു ഞാൻ ഇറങ്ങത്തില്ല അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഇരുന്നത് ഗൈസ്. കാരണം എന്തെന്നറിയില്ല, അമ്മ വേറൊരു ജോഡി ഡ്രസ്സും കൂടെ എനിക്ക് എടുത്ത് വച്ചത് എൻ്റെ ഭാഗ്യമായി ഗൈസ്. അല്ലെങ്കിൽ ഞാൻ ഇറങ്ങൂലെന്നൊക്കെ വിചാരിച്ചാണ് ഇരുന്നത്. പിന്നെ ഞാൻ ഇറങ്ങിയില്ലെന്ന് നിങ്ങൾ തന്നെ കണ്ട് കാണുക ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഞാനും നവമിയും തീർത്ത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ സൈഡിലായി ഗൈസ്. തീർത്ത് നടുക്കാക്കി ഞാൻ സൈഡിലായി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പൊസിഷൻ മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഗൈസ് നമ്മൾ കണ്ടൽ കാടുകളുടെ ഇടയിൽ കൂടെയൊക്കെ കയറി അങ്ങനെ കണ്ടൽ കാടുകൾ ഇങ്ങനെയൊക്കെയാണ് പോയത് ഗൈസ്. ഇത് നമ്മൾ വെള്ളത്തിൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോസാണ് ഗൈസ്. ഓക്കെ ഗൈസ്. We've been waiting for so long. We've been waiting for this time to begin. We ain't getting any older. അങ്ങനെ ഗൈസ് നമ്മൾ വെള്ളത്തിൽ കൂടെ ആറായിട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ കയാക്കിങ് ചെയ്യുന്ന കുറേ ആൾക്കാർ കണ്ടത്. പിന്നെ നമ്മൾ അവരെയൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നു. പിന്നെ ഗൈസ് ഞാനും നവമിയും കൂടെ കുറച്ച് ഡാൻസൊക്കെ കളിച്ച് അതവിടെ നമ്മൾ വെറും പട്ടി ഷോ കാണിച്ചതാണ്. മനസ്സിലായി കാണുമല്ലോ. ഇവിടെയാണ് വെള്ളത്തിൽ ഇറങ്ങുന്നത്. ഇവിടെ അത്യാവശ്യം ഒഴുക്ക് കുറവാണ് ഗൈസ്. ഇറങ്ങാൻ പറ്റുമല്ലേ? ഇറങ്ങാടാ, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ഇറങ്ങണം? ഞാൻ അടുത്തിട്ട് വരെ ഒന്ന് പോയിട്ട് വരാം.
അപ്പം ഗൈസ് എല്ലാവരും എന്നോട് ചാടാനൊക്കെ പറഞ്ഞു ഗൈസ്. ഞാൻ നല്ല പേടിച്ച്, എൻ്റെ മനസ്സിൽ നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ മുട്ടുകാരൻ അതിനെ അനുവദിക്കുന്നില്ല ഗൈസ്. അപ്പോഴാണ് അതിസാഹസികമായി മിഥുച്ചേട്ടൻ ചാടിയത്. ചാടി കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നവമി ചാടാനുള്ള ടെൻഡൻസി നവമിക്ക് വന്നു തുടങ്ങി ഗൈസ്. അങ്ങനെ ഗൈസ് നവമി ധൈര്യം സംഭരിച്ച് ഒടുവിൽ ചാടി ഗൈസ്. ഞാനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് അവളെ ചാടാൻ. പക്ഷേ ഗൈസ് അവൾ തുണി എടുത്തില്ല, എൻ്റെ തുണി കൊടുക്കാമെന്ന് പറഞ്ഞു ഗൈസ്. പക്ഷെ ഞാൻ ചാടി ഗൈസ്. എല്ലാവരും കൂടെ എന്നെ പിടിച്ചങ്ങോട്ട് തള്ളിയിട്ട് ഞാൻ ചാടി ഗൈസ്. അവസാനം ഞാൻ തോണിയുടെ അടിയിലൊക്കെയാണ് പോയി കിടന്നതെന്നാണ് തോന്നുന്നത് ഗൈസ്. എന്നാലും ഞാൻ പേടിച്ച് ചാടിയെങ്കിലും ലാസ്റ്റ് ഗൈസ് ഞാൻ വെള്ളത്തിൽ കിടന്ന് അർമാദിച്ച് നീന്തി ഗൈസ്. പൊളിയായിരുന്നു. ചെറിയൊരു പേടിയിലൊരു എക്സ്പ്രഷൻ എന്നാലും ഉണ്ട്. അങ്ങനെ ഗൈസ് അതൊക്കെ മാറ്റി ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു വീഡിയോ ഇടാവുന്നമ്മ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് യോയൊക്കെ കാണിച്ച് ഗൈസ്. എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഗൈസ് വെള്ളത്തിൽ വീണപ്പോൾ എൻ്റെ യഥാർത്ഥ അവസ്ഥ. അങ്ങനെ ഗൈസ് നമ്മൾ അവിടെ നിന്നും നേരെ തിരിച്ച് അവിടെ നമ്മൾ കരയിലെത്തൂലേ അങ്ങോട്ട് പോയി ഗൈസ്. അപ്പോഴത്തേക്ക് നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല ഹരിതാപമായിട്ടുള്ള നീല നിറം പിടിച്ച വെള്ളമായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഒടുവിൽ സീറ്റൊക്കെ മാറി സജിത ആൻറ്റി കപ്പലിൻ്റെ തോണിയുടെ മണ്ടയിലേക്ക് കയറിയിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നല്ല അടിപൊളി വെള്ളമായിരുന്നു ഗൈസ്. നല്ല രസം, നല്ല പളുങ്ക് കണക്ക് തിളങ്ങണ പച്ചയും ഡാർക്ക് പച്ചയും ബ്ലൂവും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള നല്ല അടിപൊളി കളർ, നല്ല ഭംഗിയുള്ള പ്ലേസാണ് കേട്ടോ. മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് ഗൈസ്. നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പം നമ്മൾ അവിടുന്ന് കുറച്ച് സ്പ്ലിറ്റൊക്കെ കളിച്ചപ്പോൾ ഗൈസ് വിശപ്പിൻ്റെ ഏജ് വന്നു. ഞാൻ കഴിക്കാൻ വന്നു. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഗൈസ്, കാരണം ഫുള്ള് നനഞ്ഞു വെള്ളത്തിൽ കിടന്ന് കളിച്ചത്. അപ്പോഴത്തേക്ക് അമ്മ വേറൊരു കോമ്പോ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതെടുത്തിട്ട് ഗൈസ് നവമി നനഞ്ഞിട്ട് തീർച്ചയായും ഓവർ കോട്ടാണ് ഗൈസ് എടുത്തിട്ടേക്കുന്നത്. അവർക്കിപ്പോൾ കഴിച്ചിട്ട് നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കാൻ പോകും ഗൈസ്. നമുക്കിത് ഊണിൻ്റെ കൂടെയുള്ള കറികൾ വന്നിട്ടുണ്ട് ഫസ്റ്റ്. അപ്പോൾ കറിയായിട്ട് കപ്പയുണ്ട്, അച്ചാറുണ്ട്, പിന്നെ നമുക്ക് ഇതൊരു അവിയൽ ഗൈസ്, അവിയലുണ്ട്, പിന്നെ പച്ചടി ഉണ്ട് ഗൈസ്, പിന്നെ പൊരിച്ച മീനുണ്ട്, പിന്നെ ഒരു മീൻ കറി. അപ്പോൾ ഗൈസ് ഇത്രയാണ് നമുക്ക് ഊണിൻ്റെ കറികൾ. ഊണിൻ്റെ കൂടെ ഓർഡർ ചെയ്ത എക്സ്ട്രാ കറികൾ വന്നിട്ടുണ്ട്. പ്രോൺസ് റോസ്റ്റ്, ഡക്ക് 2 പ്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഗൈസ് കക്ക. ഇത്രയാണ് നമുക്ക് ഊണിൻ്റെ കൂടെ ഉള്ള എക്സ്ട്രാ ഓർഡർ ചെയ്തത്. ഇത്ര കറികളാണ് നമുക്കുള്ളത്. നമുക്കെല്ലാം കൂടെ ഫുഡ് ഒന്ന് കഴിച്ച് നോക്കാം ഗൈസ്. പുളിശ്ശേരി ഇനിയേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ കഴിച്ച് കഴിഞ്ഞു. നല്ല ഫുഡായിരുന്നു കേട്ടോ. സജിതാനിക്ക് വരുന്നു ചിലവ്. നല്ല ഫുഡായിരുന്നു, കൊള്ളായിരുന്നു ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താറാവാണ്. പിന്നെ കക്ക കുറച്ച് ഓക്കെ അത്രയായിരുന്നു, ബാക്കി എല്ലാം കൊള്ളാം ഗൈസ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ വർക്കലയിലോട്ട് പോയി ഗൈസ്. വർക്കല ബീച്ചിലോട്ടാണ് നമ്മൾ പോയത് ഗൈസ്. We've been waiting for so long. We've been waiting for this time to begin. We ain't getting any older. I kinda feel a little younger. ഇതാണ് നമ്മൾ പോയ അവിടെ നമ്മൾ ബോട്ടിലൊക്കെ കയറിയ ആ ഒരു പ്ലേസ്. മാംഗ്രോവ് ആണ് ഗൈസ്. നമ്മളിവിടെ ഒരു വർക്കല ബീച്ചിലെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിയാലാണ് നമുക്ക് കടലിലിറങ്ങി കളിക്കാനൊക്കെ പറ്റുക. അപ്പോൾ നമ്മൾ നടന്നു പോവുകയാണ് ഗൈസ്, കാരണം കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 2 സൈഡും നിറച്ച് കടകളാണ് ഗൈസ്. അപ്പോൾ നവമിക്കായിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിക്കാനാണ് നമ്മൾ പോകുന്നത്, അവൾക്കിപ്പോൾ ഇടാൻ. അപ്പോൾ ഗൈസ് നമ്മളവിടെ ആൻറ്റി കുറച്ച് കടയിലൊക്കെ കയറി നോക്കുകയാണ് നമുക്ക് പറ്റിയ ഡ്രസ്സ് ഉണ്ടായിരുന്നു. We've been waiting for so long. We've been waiting for this time to begin. We ain't getting any older. I kinda feel a little younger. Run away and embrace the day. The sun is out, won't go away. Feel the clouds on your shoulder. Touch the sky, feeling bolder. Going out, going out, going out.
ഗൈസ് ഈ ഭാഗത്ത് കൂടുതലുള്ള നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സും പിന്നെ നമ്മുടെ സുവനീഴ്സൊക്കെയാണ് ഗൈസ്. അപ്പോഴത്തേക്കും വർക്കല എന്ന് എഴുതിയതൊക്കെ ഉണ്ട്, പിന്നെ കുറേ ബാഗ്സൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഓരോ കടകളിലായിട്ട് ഇങ്ങനെ ഇറങ്ങി നോക്കിയൊക്കെ ചെയ്തു ഗൈസ്. അതിന് ശേഷം നമ്മളിങ്ങനെ നടക്കുകയാണ്. അപ്പോഴത്തേക്കും ഗൈസ് നമ്മൾ ലാസ്റ്റ് കുറേ കഴിഞ്ഞപ്പോൾ ഒരു കടയിൽ കയറി അവർക്ക് ഉടുപ്പൊക്കെ കിട്ടി ഗൈസ്. അപ്പം നമ്മൾ അതിന് ശേഷം കടലിലേക്ക് ഇറങ്ങി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൈവരിയൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഗൈസ്, നല്ല വൈബായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോൾ നമുക്കൊരു എസ്തെറ്റിക് ലുക്കൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെ ഗൈസ് നമ്മൾ നടക്കുകയാണ്. ഗൈസ് അങ്ങനെ നമ്മൾ വർക്കല ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നല്ല അടിപൊളി വൈബ് ബീച്ചാണ് ഗൈസ്. നല്ല അവിടെയൊക്കെ നല്ല പാരച്ചൂട്ടൊക്കെ ഇങ്ങനെ പറന്നിങ്ങനെ കളിക്കുകയാണ് ഗൈസ്. നല്ല വൈബ് ബീച്ചാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ കണ്ടപ്പോൾ മറ്റേ എന്താണ് ഗൈസ് നമ്മളെ നാഗവല്ലി ആഭരണം കണ്ടോടൊക്കെ ഞങ്ങൾ ഓടി ഗൈസ്. അങ്ങനെ ഓടിയപ്പോൾ അവിടെ എന്തൊക്കെയോ ഒക്കെ അവിടെ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം അവിടെ വെള്ളം പ്രത്യേകം പോകണം, അങ്ങനെ എന്തൊക്കെയാണ് ഗൈസ്. അത് കഴിഞ്ഞ് അവിടുത്തെ മണ്ണിന് സ്ട്രക്ചറൊക്കെ വേറെ ഗൈസ്, കാരണം നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഇങ്ങനെ കാലിട്ട് വെള്ളത്തിലൊക്കെ കളിച്ച് ഗൈസ്. നല്ല ഒഴുക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോയി ആൾക്കാർ മുന്നിൽ പോകണം, നല്ല രസമുണ്ടായിരുന്നു. അപ്പം തണുത്ത വെള്ളം ഒരുങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്ന് കളിച്ചുകൊണ്ടൊക്കെ ഗൈസ് കുറേ റീലൊക്കെ ഷൂട്ട് ചെയ്തു. We've been waiting for so long. We've been waiting for this time to begin. We ain't getting any older. I kinda feel a little younger. Run away and embrace the day. The sun is out, won't go away. Feel the clouds on your shoulder. Touch the sky, feeling bolder. Going out, going all the way. Going high, 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 high. Going out, going all the way. Going high, high, high. Going all the way. Going up, going all the way. അങ്ങനെ ഗൈസ് ഞങ്ങൾ 3 പേരും പിന്നെ അവർ 3 പേരൊക്കെ കൂടെ കുറേ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞാനും അമ്മയും കൂടെ കുറേ വെള്ളത്തിൽ കളിക്കുന്ന വീഡിയോസൊക്കെ എടുത്തു ഗൈസ്. അപ്പോഴത്തേക്കും വൈകുന്നേരം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഒഴുക്കായി ഗൈസ്. അപ്പം നമ്മൾ അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം വൈകുന്നേരം ആവും തോറും ആ ഒരു തണുത്ത വെള്ളം ഇങ്ങനെ കൂടി വരണം. തണുപ്പും കൂടുകയാണ് ഗൈസ്. ആ വെള്ളത്തിൻ്റെ ആ ഒരു അളവും കൂടി വരികയാണ്. നമുക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാവും. നമ്മൾ ആദ്യം വന്ന കണക്കല്ല, കുറേ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളത്തിന് ഒഴുക്കുണ്ടായിരുന്നു, നല്ല തീരെ ഉണ്ടായിരുന്നു ഗൈസ്. We've been waiting for so long. We've been waiting for this time to begin. We ain't getting any older. I kinda feel a little younger. Run away and embrace the day. The sun is out, won't go away. Feel the clouds on your shoulder. Touch the sky, feeling bolder. Going out, going all the way. Going high, 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 high. Going out, going all the way. Going high, high, high. Going all the way. Going up, going all the way. Going up, going all the way. അങ്ങനെ
അങ്ങനെ ഗൈസ് എല്ലാവരും കൂടെ കുറേ നേരം അവിടെയൊക്കെ നിന്ന് കളിച്ച് അങ്ങനെ ഗൈസ് കളിച്ചൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഗൈസ് നമ്മുടെ സൺസെറ്റ് ആയി പോയി. സൂര്യൻ നല്ല കാളി കണക്ക് പഴുത്ത് നിന്ന് ഗൈസ് അത്ര രസമായിരുന്നു കേട്ടോ. അതിനിടെ കൂടെ കുറച്ച് കാക്കകളൊക്കെ പറന്ന് ഗൈസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനറി ആയിരുന്നു ഗൈസ് ഇത്. അങ്ങനെ ഗെയ്സ് നമ്മൾ അതൊക്കെ കണ്ട് കുറേ നേരം ഇങ്ങനെ നമ്മൾ അവിടെയൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ ഇഷ്ടം പോലെ കിട്ടി ഗൈസ്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. കുറേ നേരം നമ്മൾ അത്യാവശ്യം കുറേ നേരം അവിടെ നിന്ന് കേട്ടോ. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ചായയും എന്താണെന്ന് വെച്ചാൽ ചിക്കൻ റോളൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ബീഫും പഴംപൊരിയും വാങ്ങിച്ച് പഴംപൊരിയും ബീഫും ഒക്കെ വാങ്ങിച്ച് അതിനൊന്നും വീഡിയോ എടുത്തില്ല ഗൈസ്. പിന്നെ ഗൈസ് നെയ്പത്തിരിയൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിച്ചു ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഗൈസ് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഗൈസ് നമ്മൾ പോയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. എന്ന് പറയാൻ നല്ല അടിപൊളി ഡേ ആയിരുന്നു. കാപ്പിലും വർക്കലയൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വിസിറ്റ് ചെയ്യാനുള്ള പ്ലേസാണ് ഗൈസ്. കാരണം നമുക്ക് ഇന്നത്തെ ഡേ ഭയങ്കര ഒരു നല്ല ഹാപ്പിനെസ് പീസ്ഫുള്ളും ഒക്കെ ആയിരുന്നു. കാരണം ആ ഒരു ബീച്ച് എന്ന് പറഞ്ഞാൽ നല്ല വൈബ് ബീച്ചാണ് വർക്കല. കാപ്പിലും അതടക്കാണ്. കാപ്പിൽ ഉള്ളൊരു ബോട്ട് ക്ലബ്ബ്, ഞാൻ അതിൻ്റെ പേര് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, മാംഗ്രോ ബോർഡിലുണ്ടെന്ന് തോന്നുന്നു. അവിടെ സൂപ്പറാണ്. നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റും. പൊളിയാണ്. എല്ലാവരും പോവാം. പിന്നെ എല്ലാവരും വർക്കലയും കാപ്പിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. ഇനി പോകാൻ പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ അതും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്കൊരു പുതിയൊരു കിടക്കാച്ചി വീഡിയോ കണ്ടതുവരെ ബൈ.